ജൈവ കൃഷിയിൽ മാതൃക സൃഷ്ടിച്ച് മുന്നേറുകയാണ് കുഴിപ്പിള്ളിയിലെ ഭാസ്കർ ഷേണായി ഗീത ഷേണായി ദമ്പതികൾ. 40 വർഷമായി ജൈവ കൃഷിയിൽ വിജയഗാഥ രചിക്കുന്ന ദമ്പതികളുടെ കൃഷിത്തോട്ടം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു. വൈപ്പിൻകരയിലെ കുഴിപ്പിള്ളിയിൽ താമസിക്കുന്ന നിന്ദസ്ഥലത്ത് ഭാസ്കർ ഷേണായിക്കും ഭാര്യ ഗീത ഷേണായിക്കും സ്വന്തം മക്കളെ പോലെയാണ് ജൈവകൃഷി. 30 സെന്റ് ഭൂമിയിൽ ഒരു തരി മണ്ണ് പോലും ഒഴിച്ചിടാതെയാണ് ഇരുവരും കൃഷി ചെയ്യുന്നത്. പച്ചക്കറികളും ഫലവൃക്ഷങ്ങളായ ഗ്രീൻ ചാമ്പ, ബെൽ ചാമ്പ, മാംഗോസ്റ്റിൻ, സപ്പോട്ട, 28 ഇനം മാവുകൾ, പേരക്ക, വിദേശമരമായ സലാഡ്, അപൂർവ ഇനം വിദേശപഴമായ ലോങ്കൻ, മാട്ടോവ, സാന്തോൾ, പ്ലാവുകൾ, റെഡ് നെല്ലി തുടങ്ങിയവയും ഇവരുടെ കൃഷിയിൽ ഉൾപ്പെടുന്നു. ഇത്രയും വർഷത്തിനിടെ നിരവധി അംഗീകാരങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ കൃഷിമന്ത്രി പി പ്രസാദും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും ജനപ്രതിനിധികൾക്കൊപ്പമെത്തി. കുഴിപ്പിള്ളിയിൽ നടന്ന കരകം 2025 പൊക്കാളി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് ദമ്പതികളെ കുറിച്ചറിഞ്ഞ മന്ത്രി ഇവരുടെ കൃഷിസ്ഥലം സന്ദർശിക്കാനെത്തിയത്. ജൈവ കൃഷിരീതികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് ജൈവ ഭക്ഷണം രുചിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചാണ് മന്ത്രി മടങ്ങിയത്. വൈപ്പിൻകരയിലെ സ്കൂളുകളിൽ നിന്ന് പഠനത്തിന്റെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികളും ഇവരുടെ കൃഷിയിടം സന്ദർശിക്കാറുണ്ട്. വിദേശികളും ഇവരുടെ പച്ചപ്പിന്റെ തണൽ തേടിയെത്താറുണ്ട്. ഭക്ഷണത്തിനായി ജൈവരീതിയിൽ വിളവെടുത്ത പച്ചക്കറികൾ മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. 40 വർഷമായി ദമ്പതികൾ കൃഷിയെ പരിപാലിച്ചു വരുന്നു. കുഴിപ്പിള്ളി കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട്. വിവാഹിതരായ ഇവരുടെ 3 മക്കളും കൃഷിയിൽ തൽപരരാണ്. എന്നാലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇത് എത്തേണ്ടടുത്ത് എത്തുന്നില്ല. നമ്മള് പല ആൾക്കാരും പല വിധത്തിൽ ഫേമസ് ആകുന്നുണ്ട്. ഫേമസ് ആകും അല്ല, പക്ഷെ നമ്മളിത് ചെയ്യുന്നത് 4 ആൾക്കാർ അറിയുമ്പോൾ ആ ഒരു സന്തോഷം, അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികളൊക്കെ വന്നു കഴിഞ്ഞു, അപ്പൊ അവരൊക്കെ വരണം, ഇത് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. ഒരു 3-4 കൊല്ലം കൂടുതലായി. അതിനിടയ്ക്കാണ് ഉണ്ണികൃഷ്ണ സാറ് വന്നത്. സാറ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒന്ന് മന്ത്രിയൊക്കെ വന്നാൽ ഒന്ന് കണ്ടാൽ ഭയങ്കര സന്തോഷമാകും, എന്തായാലും ഒന്ന് നോക്കണം. പക്ഷേ ഭയങ്കര സന്തോഷമായി. ഒരിക്കലും നമ്മൾ മറക്കൂല, സാറും മറക്കാൻ പാടില്ല. സാറ് ഈ വഴി പോവാണെങ്കിൽ ഇവിടെ വന്ന് ഒരു തീർച്ചയായിട്ടും. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.